अस्सलाम वालेकुम वरहमतुल्लाहि वबरकातुह. ഹമാരി താരിഖ്, നമ്മുടെ ചരിത്രം. അവർ ഹിസ്റ്ററി, നമ്മുടെ ചരിത്രം. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു കവിത രൂപേണ ഉള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ സംഘടിപ്പിക്കാൻ പോകുന്നത്. കോയി ബിഗർ ഹോ ദിവാലി കെ ദിയെ ജൽത്തേ തേ. പാട്ട് പാടാൻ കഴിയുന്നവർക്കൊക്കെ പാടട്ടോ, നമ്മളെന്നെ പാടണമൊന്നുമില്ല. സ്വന്തം നന്നായി പാടിക്കോളെ. ഈദ് ബർ ദേത്തി തി സീനോ മെ ഉജാലെ ക്യാ ക്യാ, रंग होली का हर एक दिल में बिखर जाता था, चेहरे चेहरे पे दमक उड़ते थे लाले क्या क्या. कोई भी घर हो, എന്തെങ്കിലും വീടുണ്ടോ, ഏതെങ്കിലും വീടുണ്ടോ, ദീവാലിക്ക് ദിയ ജൽത്തേ, ദീവാലിയുടെ ആ ഒരു വിളക്ക് ഇങ്ങനെ പ്രകാശിച്ചിരുന്നു, അങ്ങനത്തെ വല്ല വീടുകളും ഇപ്പോഴുണ്ടോ? ഹലോ, ദീപാവലിയുടെ ആ ഒരു വിളക്ക് പ്രകാശിച്ചിരുന്ന വല്ല വീടുകളും ഇപ്പോൾ ഉണ്ടോ? ഈദ് ബർദേത്തി ഹേ, ഒരു പെരുന്നാൾ മനസ്സിൽ എന്തെങ്കിലും നിറക്കുന്നുണ്ട്, നിറച്ചു കൊണ്ടുവരുന്നുണ്ട്. സീനോമേ, ഹൃദയങ്ങളിലെ, മനസ്സിൻ്റെ ഉള്ളിലെ, ഉജാലേക്കാക്ക, എന്തൊക്കെയോ പ്രകാശങ്ങൾ നമ്മുടെ നെഞ്ചുകളിലൊക്കെ ഓരോ ഈദ് ദിവസവും നിറച്ചു തരുന്നു. നമ്മളുടെ നെഞ്ചുകളിൽ എന്തൊക്കെയോ പ്രകാശങ്ങൾ ഈദിൻ്റെ ദിവസം നിറക്കുന്നു. റംഗ് ഹോളി കാ ഹർ ഇക് ദിൽ മേ ബിക്കർ ജാത്താ താ, ഹോളിയുടെ ആ ഒരു നിറം, ഹർ ഇക് ദിൽ മേ, എല്ലാ ഓരോ മനസ്സുകളിലും. അപ്പോൾ ഹോളിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ആഘോഷങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഹോളികൾ. വേറെ ഏതെങ്കിലും ക്ലാസ്സിലെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഹോളിയുടെ ആ ഒരു നിറങ്ങൾ, വർണ്ണപ്പകിട്ടായ ഹോളി, അത് എല്ലാ മനസ്സുകളിലും അങ്ങനെ പരന്നുകൊണ്ടിരിക്കും. ബിക്കർ ജാത്താത്ത പരന്നുകൊണ്ടിരുന്നു, ചിന്നിച്ചിതറിയിരുന്നു. ആ നിറം ഇങ്ങനെ എല്ലാ മനസ്സുകളിലും ഇങ്ങനെ ചിന്നിച്ചിതറിയിരുന്നു എന്നർത്ഥം. മനസ്സിലായോ? ചെഹ്രെ ചെഹ്രെ പെ ദമക് ഉടുത്തേ തേ ലാലേ ക്യാ ക്യാ, ചെഹ്രെ ചെഹ്രെ പെ, ഓരോരോ ചെഹ്റ മുഖങ്ങൾ, ഓരോ മുഖങ്ങളിലും ദമക് ഉടുത്തേ തേ ലാലേ ക്യാ ക്യാ, ചുവന്ന പ്രകാശമുണ്ടായിരുന്നു. ക്യാ ക്യാ, എന്തൊക്കെയോ ചുവന്ന പ്രകാശങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയോ മുഖങ്ങളിൽ ചുവന്ന പ്രകാശങ്ങൾ ഉണ്ടായിരുന്നു. ദമക് ഉടുത്തേ തേ പറഞ്ഞാൽ ഉണ്ടായിരുന്നു. മനസ്സിലായോ? ലാലേക്കാക്കി പറഞ്ഞാൽ ചുവന്ന എന്തൊക്കെയോ പ്രകാശങ്ങൾ മുഖങ്ങളിൽ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അജ്നബി ഹാത്തോന ലിഖി തി ജോ താരീഖ് തെരി, ഉസ്കോ ക്യാ നാം ദേ, സോചി ഹുയി തുഹ്മത് കെ സിവ, अपने हर प्यार को निफरत में बदलना चाहा, क्या पुकारे उसे चालाक सियासत के सिवा. അജ്നബി ഹാത്തോനെ ലിഖീതി ജോ താരീഖ് തെരി, നിന്റെ ചരിത്രം വൈദേശികരായ ആളുകളുടെ കരങ്ങൾ കൊണ്ട് എഴുതപ്പെട്ടിരുന്നു. വൈദേശികളായ, അന്യരായ ആളുകളുടെ കരങ്ങൾ കൊണ്ട് നിന്റെ ചരിത്രങ്ങൾ എഴുതപ്പെട്ടിരുന്നു. ഉസ്കോ ക്യാ നാം ദേ, സോച്ചി ഹുയി തുഹ്മത് കസിവ, ചിന്തിച്ചുണ്ടാക്കിയ തെറ്റിദ്ധാരണയല്ലാതെ അതിനെ എന്താണ് നമുക്ക് വിളിക്കാൻ സാധിക്കുക? അപ്പോൾ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യ ചരിത്രമാണെങ്കിലും അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രമാണെങ്കിലൊക്കെ അതുമായി ബന്ധമില്ലാത്ത ആളുകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഖുർആനെ കൊണ്ടും ഇസ്ലാമിനെ കൊണ്ടും. അതുപോലെ നമ്മുടെ മൊത്തത്തിൽ മുസ്ലിങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ ഉസ്കോ ക്യാ നാം ദേ, അതിന് എന്ത് പേര് നൽകും? സോച്ച് ഹുയ തുഹ്മത് കെ സിവ, ചിന്തിച്ചുണ്ടാക്കിയ തെറ്റിദ്ധാരണ. അപ്പോൾ ചിന്തിച്ചുണ്ടാക്കിയ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. അപ്പോൾ എല്ലാ ചരിത്രവും ശരിക്കും ചരിത്രമല്ല. മനസ്സിലായോ? നമ്മുടെ ചരിത്രം വേറെ ചില ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കി എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ ചരിത്രമായി നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റൂല എന്നർത്ഥം. മനസ്സിലായോ? അപ്പിനെ ഹർ പ്യാർക്കോ നിഫ്രത് മേ ബദൽനാ ചാഹ, തങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ആളുകളെയും നിഫ്രത് മേ ബദൽനാ ചാഹ, വെറുപ്പിൽ മാറ്റിമറിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഉള്ള നന്മയുള്ള ആളുകൾ പരസ്പരം
നല്ല കമ്പനിയൊക്കെ ഉള്ള ആളുകളെ പോലും തെറ്റിപ്പിക്കാനുള്ള ഒരു ചരിത്രമായി മാറി നമ്മുടെ ചരിത്രങ്ങളൊക്കെ. നിഫ്രത് മേ ബദല ചാർന്ന വെറുപ്പിലായിട്ട് മാറ്റാൻ ആഗ്രഹിച്ചു, വെറുപ്പിലായിട്ട് മാറ്റി മറിക്കാൻ ആഗ്രഹിച്ചു. ക്യാ പുക്കാറെ ഉസേ ചാലാക്ക് സിയാസത് കെ സിവാ. ക്യാ പുക്കാറെ അതിനെ എന്താണ് വിളിക്കാൻ സാധിക്കുക? ഉസേ ചാലാക്ക് സിയാസത് കെ സിവാ, രാഷ്ട്രീയ കുതന്ത്രം എന്നല്ലാതെ. അപ്പൊ രാഷ്ട്രീയ കുതന്ത്രം എന്നല്ലാതെ വേറെ എന്താണ് ഇതിനൊക്കെ വിളിക്കാൻ കഴിയൂല. അപ്പൊ ചരിത്രം എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ ദിവാലി ഉണ്ടായിരുന്നു, നമ്മുടെ ഈദുകൾ വരുമ്പോൾ പ്രകാശം മനസ്സിൽ നിറച്ചിരുന്നു, ഹോളി വരുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടായിരുന്നു, ഓരോരോ വിഭാഗത്തിനും അതിൻ്റെതായ സന്തോഷങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നതൊക്കെ ഒരുപാട് അസ്തമിച്ചു പോയി. കാരണം നമ്മുടെ ചരിത്രങ്ങൾ എഴുതിയതൊക്കെ അന്യരായ ഒരുപാട് ആളുകളാണ്, അവർ തെറ്റിദ്ധാരണയാണ് പരത്തിയിട്ടുള്ളത് എന്നൊക്കെയാണ് പറയണേ ഇതില്. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഷോർട്ട് നിങ്ങൾ എഴുതി വരിക. ഓക്കെ, അപ്പൊ ഷോർട്ട് എഴുതി വാ കേട്ടോ. എല്ലാവരും ഷോർട്ട് എഴുതി വരിക. അസ്സലാമു അലൈക്കും.